സ്പീക്ക് ഔട്ട് വിത്ത് SPK എന്ന പോഡ്കാസ്റ്റ് പരിപാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. Speak out with SPK. Speak out with SPK. ഇന്നത്തെ നമ്മുടെ അതിഥി ചെട്ടികുളങ്ങര പഞ്ചായത്ത് 15-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി R. ലീലാകൃഷ്ണനാണ്. നമസ്കാരം ലീലാകൃഷ്ണൻ. നമസ്കാരം. 15-ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. ചെറുപ്പകാലത്തെക്കുറിച്ചും വിദ്യാഭ്യാസ കാലത്തും ഉള്ള കാര്യങ്ങളൊന്ന് പശ്ചാത്തലം ഒന്ന് വിശദീകരിക്കാം. നമസ്കാരം. ചെറുപ്പകാലത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു ഇടതുപക്ഷ ആശയമുള്ള ഒരു വീട്ടിൽ നിന്നാണ് എൻ്റെ ജനനം. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ, അതായത് SFIയിലൂടെയാണ് എൻ്റെ സ്കൂൾ ജീവിതം ആരംഭിക്കുന്നത്. സ്കൂളിലും അതോടൊപ്പം തന്നെ തുടർന്നുള്ള പഠിത്തത്തിലും, അതായത് കോളേജിലും മറ്റും SFIയുടെ സജീവ പ്രവർത്തകനും അതോടൊപ്പം തന്നെ യൂണിറ്റ് സെക്രട്ടറി, ഏരിയ കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 1980-83 കാലഘട്ടത്തിൽ നമ്മുടെ അടുത്തുള്ള TK മാധവ മെമ്മോറിയൽ കോളേജിൽ കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിട്ട് ഞാൻ മത്സരിച്ചു. അത് വിജയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് എൻ്റെ വിദ്യാഭ്യാസ കാലത്തുള്ള രാഷ്ട്രീയ പ്രവർത്തനം. അപ്പം വിദ്യാർത്ഥി ജീവിതകാലത്ത് തന്നെ സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതൊരു സ്ട്രോങ് പോയിന്റാണ് ഈ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയായതിൽ, അല്ലേ? അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും. പിന്നീടുള്ള ഈ ജോലി, കുടുംബം, ഇത്തരം കാര്യങ്ങളൊന്ന് സമ്മതിദായകർക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കണം. അതായത് അതിനുശേഷം എൻ്റെ പ്രവാസ ജീവിതം ആരംഭിച്ചു. ഏകദേശം 30-33 വർഷത്തോളം ഞാൻ റിയാദിലായിരുന്നു. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫാമിലി ആയിട്ടാണ് അവിടെ ജോലി ചെയ്തിരുന്നത്. അവിടുത്തെ റെപ്യൂട്ടഡായിട്ടുള്ള ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. വൈഫും അവിടെ ഒരു ബ്രിട്ടീഷ് സ്കൂളിലെ അധ്യാപികയായിരുന്നു. കുട്ടികളും അവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ അവിടെയും ചില നിയന്ത്രണങ്ങളുള്ളൊരു പ്രദേശം. അവിടെയും ഈ സംഘടനകൾ, ഈ പ്രവാസി സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അന്ന് അവിടെ ഇന്ത്യൻ കൾച്ചറൽ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയാണ്. അവിടുത്തെ സൗദി അറേബ്യയിലെ നിയമവ്യവസ്ഥയെ ലംഘിച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എങ്കിൽ തന്നെയും അതിൻ്റെ ആ ചിട്ടവട്ടകൾ മാനിച്ചുകൊണ്ട് ജനക്ഷേമകരമായത് പ്രവാസികൾക്ക് പ്രിയങ്കരമാവുന്ന, അല്ലെ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നതിൽ പ്രവർത്തിക്കാൻ അത് കഴിഞ്ഞിട്ടുണ്ട്. അത് നല്ല പോരുന്നിടം വരെ അത്തരം കാര്യങ്ങൾ സജീവമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. 15-ാം വാർഡിലെ ലീലാകൃഷ്ണൻ എന്ത് പറഞ്ഞാണ് സമ്മതിദായകരോട് വോട്ട് ചോദിക്കാൻ പോകുന്നത്? നല്ലൊരു ചോദ്യമാണ്. അതായത് 2005 തൊട്ട് 2020 വരെ 15-ാം വാർഡ് ഇടതുപക്ഷ മെമ്പർമാർ ജയിച്ച ഒരു വാർഡാണ്. ഏറ്റവും കൂടുതൽ വികസനം നടന്ന ഒരു കാലഘട്ടമാണ്. അന്ന് സഖാവ് സുനിൽ, അതിനുശേഷം രാജു സാറ്, അങ്ങനെ പല ആളുകളും. അപ്പോൾ അവരുടെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ, അതായത് ഈ ചെട്ടികുളങ്ങര പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വികസനം നടന്ന വാർഡുകളിൽ ഒന്നായിട്ട് 15-ാം വാർഡ് മാറിയിരുന്നു. അത് ഒരു പൊങ്ങച്ചതിന് വേണ്ടി പറയുന്നത് അനുഭവങ്ങളാണ്, സാക്ഷ്യങ്ങളാണ്, നേർസാക്ഷ്യങ്ങളാണ്. ഉള്ള ചരിത്രങ്ങളുണ്ട്. നിരവധി റോഡുകൾ, പുതിയ റോഡുകൾ, അത് ടാറിടാൻ സൗകര്യം ഉണ്ടായി. പഞ്ചായത്ത് ഏറ്റെടുത്ത് ടാറിട്ടു. അതോടൊപ്പം തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ. പിന്നെ അത് കഴിഞ്ഞ് കാർഷിക രംഗത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ തരിശു നിലങ്ങളായി കിടന്ന ആ നിലങ്ങൾ, കൃഷിയിടങ്ങളെല്ലാം തന്നെ യോഗ്യമാക്കി. 3 തരം കൃഷിയാണ്. 2 നെൽകൃഷി, 1 എൾകൃഷി, അങ്ങനെ 3 കൃഷി പാരമ്പര്യമായിട്ട് ചെയ്തിരുന്ന അതേ രീതിയിൽ തന്നെ അവർക്ക് നടത്താൻ കഴിഞ്ഞു. അങ്ങനെ കാർഷിക രംഗം. പിന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾ വരുമ്പോൾ പെൻഷനുകൾ, മിക്കവാറും എല്ലാ ആളുകൾക്കും ഏറ്റവും കൂടുതൽ പെൻഷൻ വാങ്ങിച്ചു കൊടുത്ത ഒരു വാർഡാണ് 15-ാം വാർഡ്. അതുപോലെ തന്നെ EMS ഭവന പദ്ധതി അനുസരിച്ചുള്ള വീട് നിർമ്മാണം, പിന്നീട് ലൈഫിൻ്റെ നേതൃത്വത്തിലുള്ള വീട്, അങ്ങനെ അത്തരം കാര്യങ്ങൾ എല്ലാ രംഗത്തും. അതുപോലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യങ്ങളിലും 15-ാം വാർഡ് ഒരു മാതൃകയായി നിലനിൽക്കുകയായി. അതിനുശേഷം ഉണ്ടായി 2020-25 ഭരണം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ കഴിഞ്ഞ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക്, അതായത് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക്, നമുക്ക് കോവിഡ് വന്നപ്പോൾ നമുക്കതിനെ ഗവൺമെൻറ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തു. അതിനേക്കാൾ മോശമായ ഒരവസ്ഥയിൽ ബോധപൂർവം നമ്മൾ എല്ലാത്തിലേക്കും നിന്നും എല്ലാ ഉയർച്ചകൾക്കും പുറകോട്ട് വലിക്കുന്നതായിരുന്നു. വികസനത്തിനൊരു മുരടിപ്പ് കാലഘട്ടമാണ്. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഈ ഇലക്ഷനിൽ ഒരു പ്രചരണായുധമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം ഗവൺമെൻറ്റിൻ്റെ ഈ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഒരു വിഷനുണ്ട്. അത് ജനങ്ങളുടെ ക്ഷേമമാണ്, ജനങ്ങളുടെ പുരോഗതിയാണ്.
അതുപോലെ തന്നെ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കൊടുക്കണം. അങ്ങനെ എല്ലാ മേഖലകളെയും സർവ്വതല സ്പർശിയായിട്ട് നോക്കിക്കാണുന്ന ഒരു ഗവൺമെൻറ്റാണ്. വ്യക്തമായ ആശയത്തോടു കൂടിയാണ് അവരൊരു ഭരണം നടത്തുന്നത്. വ്യക്തമായ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിനായിട്ടുള്ള ശ്രമമാണ്. അതിൽ ആരോഗ്യമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, നിർമ്മാണ മേഖലകളുണ്ട്, അങ്ങനെ എല്ലാം. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമം. അങ്ങനെ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെയും മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ്റിന് പ്രതിജ്ഞാബദ്ധമായിട്ട് 9.5 വർഷക്കാലം ഇവിടെ ഭരണം നടത്തുന്നത്. അതിൻ്റെ നേട്ടത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പഞ്ചായത്തിലും നമുക്ക് വികസന പ്രവർത്തനങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും ആരോഗ്യകരമായ പ്രവർത്തനങ്ങളും എല്ലാം നമുക്ക് നടത്താൻ സാധിക്കുന്നത്. അപ്പോൾ അത്തരം വിഷനുള്ള ഒരു ഗവൺമെൻറ് ഉള്ളെങ്കിൽ മാത്രമേ ഇതുപോലുള്ള പഞ്ചായത്തുകൾക്ക് അവരുടെ പ്രവർത്തനം സജീവമാക്കാനും ജനങ്ങൾക്ക് ക്ഷേമം ഉണ്ടാക്കാനും കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആ പ്രവർത്തനം ആ ഗവൺമെൻറ് തുടരണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. എങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ പുരോഗതി ഉണ്ടാവൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ട്, അത് മനസ്സിലാക്കിക്കൊണ്ട്, അത് നമ്മുടെ ജീവിതത്തെ സ്പർശിച്ച മേഖലകൾ എന്താണെന്നും അത് അനുഭവവേദ്യമാക്കിക്കൊണ്ടുമാണ് നമ്മളിതിനെ കാണുന്നത്, ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. ഇപ്പം നോമിനേഷൻ കൊടുത്തിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരാഴ്ചയൊക്കെ ആവും. പ്രവർത്തനങ്ങൾ എങ്ങനെ പോകുന്നുണ്ട്? ഏത് രീതിയിലാണ് ഇലക്ഷൻ പ്രചരണം പുരോഗമിക്കുന്നത്? തീർച്ചയായിട്ടും നല്ല രീതിയിൽ പുരോഗമിക്കുന്നു. നമ്മുടെ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് നമുക്ക്. അതല്ലാതെ അതിനെ അതിലംഘിച്ചുകൊണ്ട് സ്വന്തം പ്രവർത്തന രീതി അങ്ങനെയുള്ള ഒന്നുമില്ല. ചിട്ടയായ പ്രവർത്തനമാണ്. അതിനകത്തിൽ പല ആളുകളും ഇടപെടും. പാർട്ടിയുടെ സജീവ സാന്നിധ്യത്തിലുള്ളവർ ഇടപെടുന്നുണ്ട്. അതുപോലെ പുരോഗമന ആശയമുള്ളവരുണ്ട്, പൊതുരംഗത്ത് നിൽക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ നിങ്ങളുടെ മറ്റൊരു എപ്പിസോഡിൽ കണ്ടതുപോലെ പണത്തിൻ്റെ സ്വാധീനം ഇന്ന് പല മേഖലകളിലും ഉണ്ട്. കേരളത്തിൽ വിശേഷിച്ചും ആദ്യമായിട്ട് ബാലറ്റിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഫോം ചെയ്ത് ഈ രാജ്യത്ത് ജനങ്ങൾ മണ്ടന്മാരല്ല എന്നുള്ള ഒരു ബോധ്യം എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്കുമാണ്. അതുകൊണ്ട് പണം കൊടുത്തോ അല്ലെ എന്തെങ്കിലും മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തോ എന്തെങ്കിലും നേടാമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ മണ്ണ് ഇതല്ല എന്ന് എനിക്ക് ഈ പണം കൊടുക്കാൻ ശ്രമിക്കുന്നവർ അവസാനം വിഡ്ഢികളായി മാറും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അങ്ങനെ വരത്തുള്ളൂ. കേരളത്തിൽ അങ്ങനെയാവും. അതെ, അതാണ് കേരളത്തിന്റെ അവസ്ഥ. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ആൾക്കാരല്ല മലയാളികൾ എന്നുള്ള ബോധ്യവും എനിക്ക്. ഇപ്പം ലീലാകൃഷ്ണന് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി മത്സരിക്കുന്ന എനിക്ക് നിങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ മാവേലിക്കര ബ്ലോക്കിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനിയും മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം. Speak out with SPK.